നാദേന്ദ്രിയം രചന ദക്ഷ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി ഊഞ്ഞേരി. ചന്ദ്രമംഗലത്തിന് മുറ്റത്തേക്ക് അവന്റെ താറ് വന്നിന്നും കുട്ടിശങ്കരൻ നീട്ടിയൊന്ന് ചിഹ്നം വിളിച്ചു. അത് കേട്ടതും അവളൊന്ന് ഞെട്ടിക്കൊണ്ട് സൈഡിലേക്ക് നോക്കി കാണുന്നത് ആ വിശാലമായ മുറ്റത്തിന്റെ ഒരോരത്തായി തലയെടുപ്പോടെ നിൽക്കുന്ന കുട്ടിശങ്കരനെയാണ്. ആ കാഴ്ച അവളിൽ കൗതുകം നിറച്ചു. ഇറങ്ങുന്നില്ലേ? മേഘന്റെ ചോദ്യം കാതിലേക്ക് എത്തിയതും അവൾ അവനെ ഒന്ന് തലയിരിച്ച് നോക്കി. തന്നെ നോക്കി ചുണ്ടിൽ ഒരു കള്ളച്ചിരിയോടെ ഇരിക്കുന്നവനെ കണ്ടതും അവൾ അവനിൽ നിന്ന് മുഖം വെട്ടിച്ചു മാറ്റിക്കൊണ്ട് ആ മുറ്റത്തേക്ക് കാലുകുത്തി. ഒരുപാട് നാളുകൾക്ക് ശേഷം ആ തറവാട് മുറ്റൊരു സ്ത്രീ സ്പർശം അറിഞ്ഞു എന്ന് തന്നെ പറയാം. അതിന്റെ ഹർഷം അറിയിക്കാനെന്നോണം കുട്ടിശങ്കരൻ ഒരിക്കൽ കൂടി നീട്ടിയൊന്ന് ചിഹ്നം വിളിച്ചു. ആ വിളക്ക് റെഡി, ഇനി വലതുകാലം വെച്ച് അകത്തേക്ക് കയറിക്കോളൂ. വീടിനുള്ളിൽ നിന്നുള്ള ശബ്ദം കേട്ടവർ മൂവർ അവിടേക്ക് തിരിഞ്ഞും കാണുന്നത് കുളിച്ച് കുറിയും തൊട്ട് 7 തിരിയിട്ട് കത്തിച്ച നിലവിളക്കിലേക്ക് തന്നെ ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് ചിരിയോടെ നടന്നു വരുന്ന രുദ്രനെയാണ്. ശുഭം. അത് കണ്ടത് രാഹു മനസ്സിൽ പയ്യെ പറഞ്ഞു. മേഘനും ഭൂവി അവനെ നെറ്റി വിളിച്ച് നോക്കി നിന്നു. എവിടെ എൻ്റെ ഏടത്തിയമ്മ ചോദിച്ചുകൊണ്ട് അവൻ തലയുയർത്തി അവർക്ക് നേരെ നോക്കിയതും തന്നെ നെറ്റി വിളിച്ച് നോക്കുന്ന ഭൂവിയാണ് കാണുന്നത്. അപ്പൊ ഇതാണ് ഏട്ടന്റെ വടയക്ഷി. ഇത്ര നാള് മിസ്റ്റർ ബ്രഹ്മചാരി കളിച്ച് നടന്നിട്ട് ഏടത്തിക്ക് മുന്നിൽ മൂക്കും കുത്തി വീണതില് ഏട്ടനെ കുറ്റം പറയാനൊക്കില്ല. ആലറൽ വണ്ടി വീണില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അതിനുള്ളിൽ പറഞ്ഞുകൊണ്ട് അവളെ നോക്കിയൊന്ന് വെളുക്കിനെ ചിരിച്ചു. ഏടത്തി എന്തെങ്കിലും നോക്കുന്നേ? എന്നെ മനസ്സിലായില്ലേ? ഞാൻ രുദ്രൻ. ദോ ആ നിൽക്കുന്ന എൻ്റെ ഏട്ടൻ്റെ ഒരേ ഒരു അനിയനാ ഞാൻ. അവൻ മേഘനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ഹാ, ഇങ്ങനെ നോക്കിൽക്കാതെ ഈ വിളക്കങ്ങ് വാങ്ങിക്കെടുത്തി. അവൻ ചിരിയോടെ അവൾക്ക് നേരെ വിളക്ക് നേടിക്കൊണ്ട് പറഞ്ഞു. മേഘന അവനെ നോക്കി പല്ലിയടിച്ചു. എന്താടാ കോപ്പ ഇതൊക്കെ? അടുത്ത നിമിഷം മേഘന്റെ ശബ്ദം അവന് നേർക്ക് ഉയർന്നിരുന്നു. എന്തൊച്ച ഇത്? ഇയാൾക്കൊന്ന് പയ്യ അലറിക്കൂടെ? അവൾ ചെവിയെന്ന് കുടഞ്ഞുകൊണ്ട് അടുത്ത് നിൽക്കുന്നവനെ നോക്കി ചൊടിയോടെ ചോദിച്ചു. മേഘൻ അവളെ ഒന്ന് കടുപ്പിച്ച് നോക്കിക്കൊണ്ട് അവന് നേർക്ക് തിരിഞ്ഞു. എന്തോ നിന്നാളാ കോപ്പേ? രാവിലെ തന്നെ ഈ കോലം കെട്ടി ഉമ്മർത്തി കുത്തുവിളക്കും പിടിച്ചോ നിൽക്കുന്നത്? അത് പിന്നെ ഏടത്തി ആദ്യമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരില്ലേ, അപ്പൊ ഇങ്ങനെയൊക്കെയല്ലേ സ്വീകരിക്കേണ്ടത്? അവൻ നിഷ്കളങ്കമായി പറഞ്ഞു. അതിന് നിലവിളക്കും താലപ്പുലിയായി വന്ന് സ്വീകരിക്കാൻ ഞാനെന്താടാ ഇവളെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടുവന്നാണോ? അല്ലേ? രുദ്രൻ അവനെ നോക്കി സ്വാഭാവികമായി ചോദിച്ചു. അയ്യോ കെട്ടാങ്ങി വാ, ഇപ്പൊ നീട്ടിത്തരാൻ ഞാൻ കഴുത്ത്. മേഘൻ അങ്ങനെ പറഞ്ഞു. അവൾ മുറുമുറുത്തു. അത് കേട്ടതും അവനവളൊന്ന് പല്ലുകടിച്ച് നോക്കി. ആ കുന്ത്രാണ്ട് അവിടെ വെച്ചിട്ട് പോയി 10,000 വൃത്തിയാക്കിടാ. അതിനാ 10,000? ഏടത്തിയോടെ നിന്നോട്ടെ ഏട്ടാ. പറഞ്ഞു പോയി ചെയ്യണം. അവന്റെ അടുത്ത ആട്ട് കാതുകൾ തേടിയെത്തിയതും രുദ്ര നിലവിളക്കോടെ വെച്ച് അവൾക്കടുത്തേക്ക് നടന്നു. വാഴ്ത്തി നമുക്ക് പോവാ. അവൻ അവൾക്കടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. ഏടത്തിയല്ല, ഭൂവിക, അതാ എന്റെ പേര്. അവൾ അവന്റെ ഏടത്തി വിളിയേട്ടവൻ പറഞ്ഞു. ഓ, കുറച്ച് നാൾ കഴിയുമ്പോൾ നിൽക്കുന്നത് ഇന്ത്യനെ അതെന്നെ കൊണ്ട് മാറ്റി വിളിപ്പിക്കും. പിന്നെ എന്തിനാ അപ്പൊ അങ്ങനെ ഒരു പേര് വിളി? അവൻ ആരോടുന്നില്ല പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് അവളുടെ ബാഗും തോളത്തിട്ട് 10,000 ലക്ഷ്യം വെച്ച് നടന്നു. അത് ഞാനെടുത്തോളാം. അവൾ അവനോട് പറഞ്ഞുകൊണ്ട് അവന്റെ പുറകെ പോയി. ഓ വേണ്ട, ഇനി എന്തൊക്കെ എടുക്കാനുള്ളോ? ഏടത്തി വാ. അവന് ദീർഘനിശ്വാസത്തോടെ പറഞ്ഞുകൊണ്ട് ആ വലിയ മനയുടെ സൈഡിലുള്ള അത്യാവശ്യം വലിയ 10,000 ലക്ഷ്യം വെച്ച് നടന്നു നീ. അവന് പുറകെ അവളും. ഇതാണ് ഇനി മുതൽ ഏടത്തിയുടെ വാസ്തലം. എങ്ങനെയുണ്ട്? ഇഷ്ടായോ? 10,000 തുറന്നെടുത്ത് അതിനകത്തേക്ക് കയറിക്കൊണ്ട് രുദ്രൻ അവളോട് ചോദിച്ചു. അവളുടെ മിഴികൾ അവിടമെല്ലാം ഒന്ന് കറങ്ങി നടന്നു. അത്യാവശ്യം വലിയൊരു 10,000 തന്നെയായിരുന്നു അത്. ഇത്ര നാൾ പൂട്ടിയിട്ടതിന്റെ യാതൊരുവിധ ദുർഗന്ധവും അതിനകത്ത് തങ്ങി നിന്നിരുന്നില്ല. താഴെ മുകളിലായിട്ട് ഒരുപാട് മുറികളുണ്ട്. അതിൽ ഏത് വേണമെങ്കിലും ഇടത്തേക്ക് തിരഞ്ഞെടുക്കാം. ഇത് 2 ദിവസം കൂടുമ്പോൾ പുറമണിക്ക് വരുന്ന ആൾ വൃത്തിയാക്കിയിടും. അതാ ഇവിടെ ഇങ്ങനെ വൃത്തിയാക്കി കിടക്കുന്നത്. ഇല്ലേലി ഇതൊന്നല്ല ഇതിന്റെ അവസ്ഥ. അവൻ അവിടെയെല്ലാം കണ്ണോടിക്കുന്നവളെ നോക്കി പറഞ്ഞു. അപ്പൊ ഇവിടെ ജോലിക്ക് നിൽക്കുന്നവരൊക്കെ എവിടെയാ നിൽക്കുക? ആൾ മുകളിലേക്കുള്ള മരഗോവണി ഓരോന്നായി കയറുന്നതിനിടയിൽ രുദ്രനോട് ചോദിച്ചു. ജോലിക്കോ? ഇവിടെയോ? എന്റെ പൊന്നെ എടുത്തി, ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കാൻ അങ്ങനെ ജോലിക്കാരൊന്നുമില്ല. അമ്മ മരിക്കുള്ള 2 സ്ത്രീകളുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ആരും വഴി വന്നിട്ടില്ല. എല്ലാത്തിനും ഇങ്ങോട്ട് വരാൻ പേടിയാ. ഇതെന്താ പ്രേതാലയവും ഞങ്ങൾക്ക് അതിനകത്ത് പ്രേതങ്ങളാണെന്ന് എല്ലാത്തിനെയും വിചാരം. പിന്നെ ഒരു പുരുഷ കേസിൽ വന്നതിൻ്റെ ആണെങ്കിൽ എന്റെ ഏട്ടൻ ചങ്കിനെന്തൊക്കെയോ കാരണങ്ങളുണ്ടായി പറഞ്ഞു വിട്ടു. അതെന്താ? ആൾ അവിടെയുള്ള മുറികളും തുറന്നുകൊണ്ട് ചോദിച്ചു. വാശി അല്ലാണ്ടെന്ത്? അങ്ങനെ ഇപ്പൊ പേടിച്ച് പതുങ്ങി ആരുടെയും ജോലിക്ക് വരണ്ടെന്നുള്ള വാശി. പെട്ടെന്ന് ഒരു ദിവസം ഒരു നാട് മൊത്തം ഒറ്റപ്പെടുത്തിയുള്ള പ്രതിഷേധം. അതേ ഏട്ടൻ ഇവിടെയുള്ള ഓരോരുത്തരോടും ഉണ്ട്. അത്രയ്ക്ക് ഇവരെ ഞങ്ങൾ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടേ. അവനൊരു നേരത്തെ ചിരിയോട് അവൾക്കൊപ്പം നടന്നുകൊണ്ട് പറഞ്ഞു. അവൾക്കുള്ളിൽ അതിന്റെ ബാക്കി അറിയാൻ തിടുക്കേറിയിരുന്നു. മരിച്ചുപോയവരുടെ ശാപം കൊണ്ടാ ഇവിടെ ഇങ്ങനെ തുടരെ അനർത്ഥങ്ങൾ ഓരോന്നായി സംഭവിക്കുന്നെന്ന് പറഞ്ഞ് അതിന്റെ പേരിൽ ഒരു തെറ്റും ചെയ്യാത്ത ഞങ്ങളെയാ അവർ ഇത്രയും നാൾ ശിക്ഷിച്ചുകൊണ്ടിരുന്നു. എല്ലാവരും പറയില്ലേ അച്ഛനും അമ്മയുള്ള കാലം വരേക്കും മക്കൾക്ക് എല്ലാവർക്കും സ്ഥാനമുള്ളൂ എന്നൊക്കെ. അത് ശരിയാ. അവനത് പറഞ്ഞ ചിരിയോടെയാണെങ്കിലും ആ കണ്ണുകളിൽ ഒളിപ്പിച്ച വേദന അത് അവൾ കണ്ടെത്തുക തന്നെ ചെയ്തു. ആദ്യം പോയത് അച്ഛനാ, പിന്നെ അമ്മയും. അതോടെ ഞങ്ങൾ രണ്ടുപേരുടെയും കാര്യം കഷ്ടത്തിലായി. അമ്മ കൂടി മരിച്ചു കഴിഞ്ഞതിന് ശേഷം ആ കഷ്ടപ്പാട് ഞങ്ങൾ ശരിക്കും അറിഞ്ഞു തുടങ്ങിയത്. അന്ന് ഏട്ടന് 24 വയസ്സ്, എനിക്ക് 18-19 വയസ്സാണ് തോന്നുന്നു.
ആദ്യമൊക്കെ ഈ ഒറ്റപ്പെടുത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും കേൾക്കുന്ന കുത്തുവാക്കുകൾ എനിക്ക് വലിയ വേദനയായിരുന്നു. ആ വേദന എന്നെ അധികം ബാധിക്കാതിരിക്കാനാ നേട്ടനെ ഇത്ര ദൂരത്തിൽ വിട്ട് പഠിപ്പിക്കാൻ തീരുമാനിച്ചത്. ഞാൻ പോയില്ല എന്നൊക്കെ കരഞ്ഞു പറഞ്ഞ, പക്ഷെ കേട്ടില്ല. പിടിച്ചു വലിച്ച് കൊണ്ടുപോയി അവിടെയാക്കി. എനിക്കാണെങ്കിൽ ഏട്ടനെ ഇവിടെ ഒറ്റയ്ക്കിട്ട് പോരാൻ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. ഞാൻ കൂടി പോയ എൻ്റെ ഏട്ടനിവിടെ തനിച്ചായി പോയില്ലേ? അവനവിടെയുള്ള ഒരു കസേരയിലേക്ക് ഇരുന്നോട് ചോദിച്ചു. അവിടെയുള്ള അവൻ്റെ ആ ചോദ്യത്തിലൊന്ന് പിടഞ്ഞു. ജീവിതത്തിൽ ഒറ്റക്കായി പോയവരുടെ പിടച്ചിൽ, അല്ലെങ്കിലും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവർക്ക് അതിൻ്റെ കയ്പ് നീര് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവും. ഇവിടെ ഏട്ടൻ തനിച്ചായപ്പോൾ ഞങ്ങളുടെ മുത്തശ്ശനേട്ടനും മുത്തശ്ശൻ്റെ അവിടേക്ക് കൂട്ടാൻ വന്നതാണ്. പക്ഷെ ഏട്ടൻ പോയില്ല. അങ്ങനെ എല്ലാവരും പറയുന്ന പോലെ ജീവിക്കാൻ ഈ ചന്ദ്രമംഗലത്തെ മേഘദാനം തീരുമാനിച്ചിട്ടില്ല. തീരുമാനിക്കുമ്പോഴാണ് ഈ യാത്ര. അതായിരുന്നു ഏട്ടൻ്റെ അന്നത്തെ മറുപടി. പിന്നെ ഈ കാര്യം പറഞ്ഞ് മുത്തശ്ശനേട്ടനെ സമീപിച്ചിട്ടില്ല. മുത്തശ്ശനറിയാം ഏട്ടൻ്റെ വാശി എത്രത്തോളാണെന്ന്. ഈ സംഭവം കൂടി ആയതും എൻ്റെ അവിടുത്തെ സമാധാനം പോയി എന്ന് തന്നെ പറയാം. പിന്നെ പിറ്റേ ആഴ്ച തന്നെ പെട്ടിയും പാക്ക് ചെയ്ത് ഞാൻ ഇങ്ങോട്ട് പോകുന്നു. ഏട്ടന് എന്നെ തള്ളിക്കൊന്നാലും തിരിച്ചു പോയില്ലെന്ന് വാശി പിടിച്ച് ഇവിടെ നിന്നു. വാശിയുടെയും ദേഷ്യത്തിൻ്റെയും കാര്യത്തിൽ ഏട്ടനൊപ്പം തന്നെയാണ് ഞാൻ. അവൻ അവളെ നോക്കിയൊരു കണ്ണിറുക്കി ചിരിയോടെ പറഞ്ഞു. എന്നിട്ട് എന്തായി? അന്നത്തെ എൻ്റെ വാശിയുടെ മുന്നിൽ ഏട്ടൻ മുട്ടുമടക്കി. അതിൻ്റെ പേരിൽ കുറച്ചൊന്നല്ല എനിക്ക് അങ്ങോട്ട് വായിന്ന് കേൾക്കേണ്ടി വന്നത്. ഇപ്പോഴും ഞാൻ ഏട്ടൻ പറയുന്നതിലും കേട്ടില്ലെങ്കിൽ അപ്പൊ പറയും, നീ നാളെ തന്നെ എറണാകുളത്തേക്ക് വണ്ടി വിട്ടു വന്നു. അവൻ അവളെ നോക്കി ചിരിയോടെ പറഞ്ഞു. അവൾ ആ ചിരിയിൽ പങ്കാളിയായി. അപ്പോ രുദ്രൻ പിന്നെ പഠിക്കാൻ പോയില്ലേ? ഇല്ല, ആ സമയത്ത് ഏട്ടനെ വിട്ട് ഇത്തിരി നേരം പോലും മാറിയിരിക്കാൻ എനിക്ക് പറ്റൂലായിരുന്നു. കണ്ടു നിൽക്കുന്നവർക്ക് ചെറുപ്പം മുതൽക്ക് എന്തിനേതിനും ഏട്ടനെ മാതൃകയാക്കി അനിയന് ഏട്ടനോടുള്ള ഓവർ ഇഷ്ടം എന്നൊക്കെ അതിനെ പറയാം. പിന്നെ വിദ്യാഭ്യാസം, അത് ഞങ്ങൾ രണ്ടുപേർക്കും പറഞ്ഞിട്ടുള്ളതല്ല. 10ാം ക്ലാസ് കൂട്ടിയ ഏട്ടന് +2 പാസ്സായ അനിയൻ. അവൻ പറഞ്ഞു കേട്ടതും അവൾ അറിയാതെ ചിരിച്ചു പോയി. അവനോട് ആ ചിരിയിൽ കൂട്ടാളിയായി. കുറച്ച് മൂശേട്ട സ്വഭാവമാണെങ്കിലും ചില നേരത്തെ എടുത്ത് തോട്ടിടാൻ തോന്നിയെങ്കിലും എൻ്റെ ഏട്ടനൊരു ഉണ്ണിക്കുട്ടനാ, എൻ്റെ അമ്മയുടെ ഉണ്ണിക്കുട്ടൻ. ഓഹോ, അങ്ങനെ ഒരു പേരുണ്ടായിരുന്നോ ചന്ദ്രമംഗലത്തെ കുഞ്ഞിത്തമ്പുരാന്? അവൾ ചിരിയോടെ തിരക്കി. പിന്നെ ഇനി എന്തൊക്കെ കിടക്കുന്നു അറിയാൻ. ഞാനിനി എന്നും എൻ്റെ ഏട്ടൻ്റെ വീരസാഹസികതകൾ ഓരോന്നായിട്ട് എടുത്തിയ പാടി കേൾപ്പിക്കുന്നതായിരിക്കും. അവനത് പറയലും മേഘന്റെ അലർച്ചയുടെ മുഴങ്ങിലും ഒന്നിച്ചായിരുന്നു. ഓ വന്ന് അവൻ മുറുമുറുത്തോണ്ട് എഴുന്നേറ്റു. നിന്നെ ഇങ്ങോട്ട് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇവിടെ ചെവി തിന്നാനാണോ? അവൻ തോളുവെച്ചുകൊണ്ട് ഇല്ല എന്ന പോലെ പറഞ്ഞു. എന്നാ പോയി കഴിക്കാൻ എടുത്തു വെക്കടാ. അത് പറഞ്ഞപ്പോഴാ എടുത്തി കഴിച്ചായിരുന്നോ? ഇല്ല, എന്നാനിപ്പോ വരാം. അതും പറഞ്ഞ അവൻ ധൃതിയിൽ അവിടെ നടന്നു. ഇങ്ങനെ മല പോലെ മുന്നിൽ നിൽക്കാതെ അങ്ങോട്ട് മാറു മനുഷ്യ. അവൻ മേഘനെ സൈഡിലേക്ക് തള്ളിക്കൊണ്ട് കോണിപ്പടികൾ ഇറങ്ങി. മേഘൻ അവനെ നോക്കിക്കൊണ്ട് അവൾക്ക് അടുത്തേക്ക് വന്നു. എന്തായി, ടീച്ചർമ്മയ്ക്കോട് ഇഷ്ടമായോ? അവൻ അവിടെ കിടന്ന് ഒഴിഞ്ഞ കസേരയിലേക്ക് ഇരുന്നുകൊണ്ട് അവളോട് ചോദിച്ചു. ഇഷ്ടക്കേട് തോന്നാൻ മാത്രമൊന്നും ഞാൻ ഇതിനകത്ത് കണ്ടില്ല. നാട്ടുകാർക്ക് അത്ര നല്ല അഭിപ്രായമായിരിക്കില്ല ചന്ദ്രമംഗലത്തെ മനയെ കുറിച്ചുള്ളത്. പല കഥകളും ആളുകൾ പാടി നടക്കുന്നുണ്ട്. പേണിയാണെങ്കിൽ ഇവിടെ തുടരാൻ തന്നെ ഞാൻ നിർബന്ധിക്കില്ല. ഇപ്പൊ ഇറങ്ങാൻ എനിക്ക് വിടുന്നു. അവന്റെ വാക്കുകൾക്ക് അതുവരെ ഇല്ലാത്ത ഗൗരവം കൈവന്നു. ആളുകൾ പാടി നടക്കുന്ന കഥകൾ പറഞ്ഞു ഞാനും കേട്ടതാണ്. അവര് പറയുമ്പോൾ പേടിക്ക് മാത്രമേ ഇവിടെ നിന്നുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അവൾ അവനെ നോക്കി അതേ ഗൗരവത്തോടെ പറഞ്ഞു. പിന്നെ അത്ര പെട്ടെന്ന് നിന്നെ ആർക്കും പേടിപ്പിക്കാനും ഒക്കില്ല. അവൾ കൂട്ടിച്ചേർത്തു. അതെനിക്കന്ന് നീ ആ മാധവൻ നായുടെ വരത്തുപോക്കിനെ പേടിച്ച് പകച്ച് പണ്ടാരണിങ്ങിന്റെ അടുത്തേക്ക് വന്നപ്പോഴേ മനസ്സിലായി. അവനവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇയാളിനെ കളിയാക്കാനാണോ ഇപ്പൊ ഇങ്ങോട്ട് വന്ന്? അവൾ അവനെ നോക്കി ചൊടിയോടെ ചോദിച്ചു. അല്ല, ചിലത് പറയാനും പിന്നതേ ഇത് തരാനും കൂടിയാ. അവൻ കയ്യിലിരുന്ന ഓയിൻമെന്റും പഞ്ഞി അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. ഇതെന്താ ഓയിൻമെന്റും പഞ്ഞിയൊക്കെ? അതിനുള്ള മുറിവൊന്നുമില്ല ഇത്. അവൾ പറഞ്ഞതും അവൻ അവളെ നോക്കി കണ്ണുരുട്ടി. വാചകടിക്കാതെ ഇത് പിടിക്കടി യക്ഷി. അവൻ പറഞ്ഞു. അവളെ തട്ടിപ്പറിക്കുമ്പോൾ അവന്റെ കയ്യിൽ നിന്ന് വാങ്ങി. ഇവിടെ അടുക്കളയിൽ ആവശ്യം വേണ്ട പാത്രങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വേണ്ടെന്നാന്ന് പറഞ്ഞാ ഞാൻ കാര്യസ്ഥനെ കൊണ്ട് വാങ്ങിപ്പിക്കാം. പിന്നെ നിനക്കിവിടെ വല്ല ബുദ്ധിമുട്ടുണ്ടായാൽ പറയണം. എല്ലാം ഒന്ന് സെറ്റാകുന്നവരെ ഭക്ഷണം ഇങ്ങോട്ട് കൊണ്ടുവരും. ഫാന് ലൈറ്റ് എന്തെങ്കിലും മാറ്റണേ രുദ്രനോട് പറഞ്ഞാൽ മതി. അവൻ വേണ്ടത് ചെയ്തോളൂ. ശരിക്കും നിന്നവിടെ നിർത്താനായിരുന്നു എൻ്റെ ഇഷ്ടം. പക്ഷെ കല്യാണം കഴിയാതെ എങ്ങനെയാ? ആൾക്കാരവരൊന്നും പറയില്ലേ? അല്ലെങ്കിൽ ഇവിടെ ഉള്ളവരെ കുറിച്ച് ഒരുപാട് കഥകളുണ്ട് അവർക്ക് പാടി നടക്കാൻ. പിന്നെ നമ്മളായിട്ട് എന്തിനാ അവർക്ക് പുതിയതായിട്ട് ഓരോന്നുകൂടി ഉണ്ടാക്കി കൊടുക്കുന്നത്? അവൻ നാണവാരി വിതറിക്കൊണ്ട് പറഞ്ഞു. അവൻ എറിയാൻ വല്ലതും കിട്ടുമെന്ന് ചുറ്റും പരതി. പിന്നെ രാത്രി ചങ്ങലയുടെ ശബ്ദം കേട്ട് വരത്തുപോക്കാണെന്ന് കരുതി പേടിക്കണ്ട, അത് കുട്ടിശങ്കരനാ. അവൻ പറഞ്ഞു. അവനെ നെച്ചറിഞ്ഞു നോക്കി. അല്ല, ഞാൻ പറഞ്ഞതാ, നിനക്ക് ഈ പേടിയുടെ അസ്കതയുള്ളതുകൊണ്ടേ. എന്നെ കളിയാക്കാതെ പോയി. ഓ ശരി തമ്പുരാട്ടി, എന്തേലും ഉണ്ടെങ്കിൽ രുദ്രനെ വിളിച്ചാൽ മതി, അവൻ മാത്രമേ ഇവിടെ കാണൂ. അവൻ പറഞ്ഞുകൊണ്ട് അവിടുന്ന് തിരിഞ്ഞടന്നു. അതേ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതും പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അവളവനെ വിളിച്ചു. എന്താ?
അവൻ വാതിൽപ്പടിമേൽ നിന്നുകൊണ്ട് അവളെ തിരിഞ്ഞു നോക്കി ചോദിച്ചു, എനിക്കൊന്ന് കുളിക്കാൻ. അവൾ അവനോടായി തിരക്കി. ഇതിന്റെ പുറകുവശത്തൊരു കുളിമുറിയുണ്ട്, പിന്നെ വിശാലമായി നീന്തി കുളിക്കാൻ തറവാടുകളോ. ഇതിൽ ഏത് വേണമെങ്കിലും നിനക്ക് ഉപയോഗിക്കാം. അവൻ അവളെ നോക്കി ചിരിയോടെ പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു മറക്കണ്ട, വേഗം വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊരു ലിസ്റ്റ് ഉണ്ടാക്കി അത് രുദ്രന്റെ കയ്യിൽ കൊടുത്തേക്ക്. അവനത് വാങ്ങാനുള്ള ഏർപ്പാട് ചെയ്യും. അപ്പൊ ശരി, ഞാനങ്ങ് പോയേക്കുവാ. അവൻ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു. അവൾ ചുറ്റിനൊന്ന് കണ്ണോടിച്ചുകൊണ്ട് ദീർഘമായി നിശ്വസിച്ചു. ഞാൻ അപ്പോഴേ നിന്നോടൊക്കെ പറഞ്ഞല്ലേടാ, അവന്മാരെ കൈയും കാലം ഒടിച്ചിട്ടേക്കാൻ. ഷോപ്പിംഗ് കഴിഞ്ഞ് തിരികെ വരുന്ന വഴി ഒരു ഹോട്ടലിന് മുമ്പിൽ ഭക്ഷണം കഴിക്കിറങ്ങിയതാണ് ഇന്ദ്രനും അവന്റെ ആണിയും. കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ അവനൊരു ഫോൺ കോൾ വന്നു. അപ്പുറത്ത് നിന്ന് പറയുന്ന കാര്യങ്ങൾ അത്ര നല്ലതല്ലെന്ന് അവന്റെ സംസാരത്തിൽ നിന്ന് അവൾക്ക് വ്യക്തമായിരുന്നു. തങ്ങളെ കടന്നു പോകുന്ന മിക്കവരുടെയും ശ്രദ്ധ അവന് നേർക്ക് വന്നു പോകുന്നുണ്ട്. അതുകൊണ്ടതും അവൾക്കാകെ എന്തോ പോലെയായി. അവളുടെ തോളിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞാണെങ്കിൽ അവന്റെ ഉറക്കെയുള്ള സംസാരത്തിൽ ഞെട്ടുന്നുമുണ്ട്. അതറിയുമ്പോഴെല്ലാം അവൾ കുഞ്ഞിനെ ഒന്ന് തട്ടിക്കൊടുക്കും. ഞാൻ അങ്ങോട്ട് വരട്ടെ, ആമാരെങ്ങനെ നിലനിർത്തണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവൻ ഫോണിലൂടെ മുരണ്ടു. ഇങ്ങനെ വഴിയിൽ നിന്ന് കറിച്ചിക്കാൻ ഈ സിംഹത്തിന് നാണാവുന്നില്ല എന്തോ. അവൾ തങ്ങളിലേക്ക് വന്ന് പതിക്കുന്ന ദൃഷ്ടികളെ അറിഞ്ഞുകൊണ്ട് ഉള്ളിൽ ഞൊടിഞ്ഞു. ഇതൊരു നടക്ക് പോകില്ലെന്ന് തോന്നിയവൾ രണ്ടും കൽപ്പിച്ച് കാറിന്റെ ബോണ്ടിൽ കൈകുത്തി തിരിഞ്ഞു നിന്ന് ഫോണിൽ സംസാരിക്കുന്നതിനടുത്തേക്ക് കുഞ്ഞിനെയും പിടിച്ചു നിന്നു. അവൻ ഫോണിലൂടെ ആരെയോ കണ്ടുപൊട്ടുന്ന ചീത്ത വിളിക്കുകയാണ്. ഇന്ദ്രേട്ടാ, അവൾ പയ്യൊന്ന് വിളിച്ചു. എന്നാൽ അവന് കേട്ടുകൂടിയില്ല. അവൾ എന്തും വരട്ടെ എന്ന് വിചാരിച്ച് അവന്റെ തോളിലേക്ക് കൈവച്ചുകൊണ്ട് അവനെ ഒന്നുകൂടെ വിളിച്ചു. ഇന്ദ്രേട്ടാ. അവളുടെ ആ വിളിയിൽ ഫോണിൽ ആരുടെ നേർക്കോ കത്തിക്കയറിക്കൊണ്ടിരുന്നവൻ ഒന്ന് സ്റ്റെക്കായി നിന്നു. ശേഷം ഫോൺ ചെവിയിൽ നിന്ന് മാറ്റാതെ അവൾക്ക് നേരെ തിരിഞ്ഞു. അവളൊന്ന് ഉമിനീരിറക്കിക്കൊണ്ട് അവനോട് പറഞ്ഞു, മോള് ഞെട്ടുന്നു ഇന്ദ്രേട്ടാ, ഒന്ന് പയ്യെ സംസാരിക്കോ. അവൾ ഉറക്കം മതിയാവാതെ എഴുന്നേറ്റ നല്ല വാശിയായിരിക്കും. അവന്റെ ഭാവം എന്ത് തന്നെയാണെങ്കിലും അത് ഏറ്റുവാങ്ങാൻ തയ്യാറെന്നോണം അവൾ അവനോട് പറഞ്ഞു. ഇന്ദ്രൻ അവളുടെ മുഖത്തുനിന്ന് കണ്ണുകൾ മാറ്റിയതേയില്ല. ഒരുപക്ഷെ ഇതാദ്യമായിട്ടായിരിക്കും അവൾ തന്നോട് മുക്കിയും മൂളിയല്ലാതെ അതും തന്റെ കണ്ണിൽ നോക്കിക്കൊണ്ട് ഇങ്ങോട്ടൊരു കാര്യം ആവശ്യപ്പെടുന്നെന്ന് അവൻ ഓർത്തു. അവളിലെ ഈ ചെറിയ ചെറിയ ഭാവങ്ങളെല്ലാം അവനെ പൂർണ്ണമായി അവളിൽ അടിമപ്പെടുത്തുന്നതായി മാറുന്നു. അവൾ അറിയുന്നില്ലെങ്കിൽ കൂടിയും അതെല്ലാം അറിയേണ്ടവ നല്ല വ്യക്തമായി അറിയുന്നുണ്ട്. ഹലോ ചെറിയമ്പ്ര. ഫോണിൽ നിന്നുള്ള ശബ്ദം കേട്ടതും അവൾ നോക്കിക്കൊണ്ട് തന്നെ അവനൊന്ന് മൂളി. അവന്റെ ആ കണ്ണെടുക്കാതെയുള്ള നോട്ട് അവളിൽ പരിഭ്രമം ജനിച്ചതും അവൾ അവനിൽ നിന്ന് കണ്ണുകൾ വെട്ടിച്ചു മാറ്റി വേറെങ്ങോ നോക്കി നിന്നു. കാര്യങ്ങളൊക്കെ ഞാൻ വന്നിട്ട് തീരുമാനിക്കാം, നീ എല്ലാം ഒന്ന് ഒരുക്കിയിട്ടേക്ക്. എപ്പോഴത്തെയും പോലല്ല, ഈ പ്രാവശ്യം ഞാൻ തനിച്ചായിരിക്കില്ല വരുന്നത്. അവൻ സംസാരിച്ചത്രയും അവളെ നോക്കിക്കൊണ്ടാണ്. തനിക്ക് മുഖം തരാതെ എവിടേക്കോ മിഴികൾ പായിച്ചു നിൽക്കുന്നവളെ കണ്ടതും അവൻ അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. ശരി, ഞാൻ വിളിക്കാം, നീ വെച്ചോ. അവൻ അതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. വാ വാ, അവനടുത്തേക്ക് ഒന്ന് പറഞ്ഞു. അവൾ അവനെ നോക്കാതെ തലയാട്ടിക്കൊണ്ട് അവനൊപ്പം ഹോട്ടലിനകത്തേക്ക് നടന്നു. ഉച്ച സമയമായതുകൊണ്ട് തന്നെ അവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അവിടെ മാകെ ഒന്ന് കണ്ണോടിച്ച ശേഷം അവൻ അവളെയും കൊണ്ട് ആളൊഴിഞ്ഞൊരു ടേബിളിലേക്ക് ഇരുന്നു. എന്താ നിനക്ക് കഴിക്കാൻ വേണ്ട? അവൻ അവളോട് തിരക്കി. 2 ബിരിയാണി. അവൾ ചോറെന്ന് പറയാൻ പോയതും അവൻ അതിന് തടയിട്ടുകൊണ്ട് അടുത്തേക്ക് വന്ന വെയിറ്ററോട് പറഞ്ഞു, ബീഫോ ചിക്കനോ മട്ടനോ? ചിക്കൻ. അവൻ പറഞ്ഞു. അയാൾ അതിന് തലയാട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോയി. ഒരുപാട് നാളുകളായി ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട്. കോളേജിൽ പഠിക്കുന്ന സമയത്ത് കൂടെ പഠിച്ച സുഹാനയുടെ ഇത്തിയുടെ കല്യാണത്തിന് പോയപ്പോഴാണ് നാവ് അവസാനമായി ബിരിയാണിയുടെ രുചി അറിഞ്ഞത്. അന്നത്തെ ആ ബിരിയാണിയുടെ രുചി ഇന്നും നാവിലിങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ മുസ്ലിംസിന്റെ ബിരിയാണിയും നെയ്ച്ചോറും പത്തിരിയും കോഴിക്കറിയുമെല്ലാം ഒരു പ്രത്യേക രുചിയാണ്. അവൾ അന്നത്തെ ആ രുചികൾ ഒരിക്കൽ കൂടി നാവിനാൽ നുണഞ്ഞുകൊണ്ട് കൊതിയോടെ ഓർത്തു. നീ എന്താ കഴിക്കുന്നില്ലേ? അവന്റെ ചോദ്യമാണ് അവളെ തിരികെ കൊണ്ടുവന്നത്. മുന്നിലേക്ക് നോക്കിയതും കാണുന്നത് ആവി പാറും നല്ല ചെറിയ അരി കൊണ്ടുള്ള ബിരിയാണി ചോറാണ്. അതിങ്ങനെ കഴിക്കുന്ന പാത്രത്തിൽ പൊത്തിവെച്ചിരിക്കുന്ന കണ്ടതും അവളൊന്ന് ഉമിനീരിറക്കി. ശേഷം അതിൽ നിന്ന് അല്പമെടുത്ത് വായിലേക്ക് വെച്ചു. നാവിന്റെ രസമുകളങ്ങളെ ഒരിക്കൽ കൂടി ഉണർത്തിക്കൊണ്ട് നാളുകൾക്ക് ശേഷം ഒരു ബിരിയാണിയുടെ രുചി അവൾ വീണ്ടും അറിഞ്ഞു. കഴിക്കുന്ന ഓരോ പിടിയും അവളുടെ ഓർമ്മകളുടെ അടിത്തട്ടിലെവിടെയോ മൂടിപ്പോയ പഴയ ബിരിയാണിയുടെ സ്വാദിനെ ഒരിക്കൽ കൂടി അവളിലേക്ക് വിരുന്നെത്തിക്കുന്നവയായി മാറ്റിയിരുന്നു. മനസ്സും നാവും ആ രുചിയുടെ മടക്കം ആഘോഷിച്ചു. അവൻ തനിക്ക് മുമ്പിലിരുന്ന് ഓരോ പിടി ആസ്വദിച്ച് കഴിക്കുന്നവളെ നോയിക്കൊണ്ട് തന്റെ കഴിപ്പ് തുറന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും അവർ വേഗം അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. കാറിലേക്ക് കയറിയിരുന്നു. തോളിൽ കിടന്ന ആൾ ഉറക്കം വിട്ട് എഴുന്നേറ്റു. അവളുടെ നെഞ്ചിലൊന്ന് മുഖം വിട്ടുരുട്ടി ചിണുങ്ങിക്കൊണ്ട് കുഞ്ഞിപ്പെണ്ണ് വിളിച്ചു, മേ ഓയ്. അവൾ അതിനൊന്ന് വിളിയേറ്റുകൊണ്ട് ഡാഷ്ബോർഡിലിരുന്ന ഫീഡിംഗ് ബോട്ടിൽ തുറന്ന് കുഞ്ഞിന്റെ വായിലേക്ക് വെച്ചു കൊടുത്തു. ഇന്ദ്രന്റെ ശ്രദ്ധ ഇടയ്ക്കിടയ്ക്ക് തനിക്കരികിൽ ഇരിക്കുന്നവരിലേക്ക് പോയിക്കൊണ്ടിരുന്നു. അവൻ അവളിൽ നോക്കിയിരിക്കാൻ തോന്നുന്ന ഭാവങ്ങളിലൊന്നാണ് അവളും കുഞ്ഞിയുമായിട്ടുള്ള കളിയും ചിരിയും എല്ലാം. മോൾക്ക് എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിയിട്ട് ഇന്ദ്രേട്ടാ, ആൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടാവും. അവൾ പാൽ കുടിക്കുന്ന കുഞ്ഞിനെ നോക്കി അവനോട് പറഞ്ഞു. അവൻ അവളെ തലയിരിച്ചെന്ന് നോക്കി.
ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് അവൾ തന്നോട് തഴക്കം കൂടാതെ സംസാരിക്കുന്നത്. അത് അവനിൽ ഒരുപോലെ സന്തോഷവും അത്ഭുതവും നിറക്കുന്നുണ്ട്. എന്താ വേണ്ടത്? അവൻ വണ്ടി ഓടിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. അലി വേണ്ട, നമ്മൾ എളുപ്പം വീടെത്തില്ലേ, വീട്ടിൽ ചെന്നിട്ട് കുറുക്ക് കാച്ചാം, വെറുതെ പുറത്തുനിന്നൊന്നും കൊടുക്കണ്ട. നമ്മൾ വീട്ടിലേക്കല്ല പോകുന്നത്. അവനത് പറഞ്ഞു. അവൾ അവനെ കണ്ണുമിഴിച്ച് നോക്കി. പിന്നെ അട്ടപ്പാടി, അവൻ പറഞ്ഞുകൊണ്ട് വണ്ടി ഹൈവേയിലേക്ക് കയറ്റി. ഇന്ദ്രനോട് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ താഴേക്ക് ഇറങ്ങി വന്ന ശിവശങ്കരൻ തമ്പി കസേര വലിച്ചിട്ടിരുന്നോട് ചോദിച്ചു. അവൻ ആ പെണ്ണിനെയും കുഞ്ഞിനെയും കൂട്ടി രാവിലെ ഇവിടുന്ന് പോയതാ. ഇപ്പൊ സമയം ഉച്ചയായി, ഇതുവരെ വീട്ടിലെത്താനായിട്ടില്ല അവന്. അതെങ്ങനെയാ കൂടെ പോയവൾക്ക് തോന്നണ ആദ്യം അത്. സൗദാമിനി പറഞ്ഞുകൊണ്ട് അയാൾക്കുള്ള ഭക്ഷണം വിളമ്പി. ഇപ്പൊ അവളെ കെട്ടിയോടുകൂടി താഴത്തൊന്നല്ല ചെറുക്കൻ, മുന്നത്തേലും ധിക്കാരം കൂടിയിട്ടുണ്ട് അവന്. അവർ കൂട്ടിച്ചേർത്തു. അയാൾ അതിനൊന്ന് മൂളിക്കൊണ്ട് കഴിപ്പ് തുറന്നു. നിന്റെ മോൻ ഒഴിച്ചിലും പിഴിച്ചിലും ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് എവിടെ കണ്ടില്ലല്ലോ. അയാൾ ഭക്ഷണം കഴിക്കുന്നതിനിടെ തനിക്ക് വലതുവശിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആനന്ദനെ നോക്കി ചോദിച്ചു. അവൻ മുകളിൽ അവന്റെ മുറിയിലുണ്ട് അച്ഛാ, ഞാൻ വിളിക്കാം. നന്ദകി ഇരുന്നിടത്ത് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. അയാൾ അതിനെ എതിർത്തു. വേണ്ട, ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ, അല്ലാതെ അവനെ കാണാനുള്ള പൂതിയൊന്നും എനിക്കില്ല. അയാളുടെ എടുത്തടിച്ചുള്ള മറുപടിയിൽ അവരുടെ കൈമുഷ്ടിയൊന്ന് ചുരുണ്ടു. ഇതാണ്, ഈ അവഗണനയാണ് അവരെ ഇന്ദ്രന്റെ ശത്രുവാക്കുന്നത്. പരിഗണിക്കപ്പെടേണ്ടിടത്ത് അവഗണിക്കപ്പെടുന്ന ഒരമ്മയും മകനും. ആ അവഗണന നന്ദകി ആദ്യം ഏറ്റുവാങ്ങിയത് ഇന്ദ്രന്റെ അച്ഛൻ ഹിതേന്ദ്രനിൽ നിന്നാണ്. ആ നിമിഷം ഒരിക്കൽ കൂടി അവരുടെ ഓർമ്മകളിൽ മിഴിവോടെ തെളിഞ്ഞതും അവരുടെ ചുരുട്ടിപ്പിടിച്ച കൈമുഷ്ടിക്ക് പുറമെ കടപ്പല്ലുകളും ഞെരിഞ്ഞമർന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് നീ എന്റെ മുറി വരെ ഒന്ന് വരണം, നീക്ക് ചിലത് പറയാനുണ്ട്. ശിവശങ്കരൻ കഴിപ്പ് മതിയാക്കി എഴുന്നേൽക്കുന്നിടയിൽ ആനന്ദനോട് പറഞ്ഞു. ആനന്ദൻ അതിനൊന്ന് തലയാട്ടിക്കൊണ്ട് മൂളി. അയാൾ കൈ കഴുകി ഗോവണിയേറാൻ നേരമാണ് ഗോവണിക്കരികെ ലാൻഡ് ഫോൺ ബെല്ലടിക്കുന്നത്. അത് ശ്രദ്ധയിൽപ്പെട്ടതും അയാൾ അതിനടുത്തേക്ക് നടന്നു. ഹലോ. അപ്പുറത്ത് കേൾക്കുന്ന കാര്യങ്ങൾ അത്ര സുഖകരമല്ലാത്തതുകൊണ്ട് തന്നെ സ്വതവേ ഗൗരവമാർന്ന അയാളുടെ മുഖത്തെ കൂർമ്മത വീണ്ടും ഏറി വന്നു. നീ അയാളെന്തോ പറയാമെന്നോ അപ്പുറത്ത് ഫോൺ കെട്ടായത് ഒന്നിച്ചായിരുന്നു. ആ ശബ്ദം കാതുകളിലേക്ക് എത്തിയതും അയാൾ ആ ഫോൺ കൈകൊണ്ട് തട്ടി താഴേക്ക് ഇട്ടിരുന്നു. ശിവശങ്കരന്റെ ആ പ്രവൃത്തി കണ്ടതും ഇതെല്ലാം വീക്ഷിച്ച് അവിടെ ഇരുന്നവർ അയാളുടെ പെട്ടെന്നുള്ള ഭാവമാറ്റത്തിന്റെ കാര്യമറിയാതെ അയാളെ നെറ്റി വിളിച്ച് നോക്കി. എന്താച്ചാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആനന്ദൻ ഭക്ഷണം മതിയാക്കി എഴുന്നേറ്റുകൊണ്ട് അയാളെ നോക്കി ചോദിച്ചു. SI ദാമോദരനാ വിളിച്ചത്. അവൻ ആ ചന്ദ്രമംഗലത്തെ സന്തതി, അവൻ അവളെ ഇറക്കിയിത്രേ. അയാൾ അത്യധികം ദേഷ്യത്തോടെ ആനന്ദനോട് പറഞ്ഞതും അയാളിൽ പക്ഷെ ആ വാർത്ത അതത്ര ഞെട്ടിലൊന്നും സൃഷ്ടിച്ചില്ല. ഇത് നേരത്തെ പ്രതീക്ഷിച്ചിരുന്ന എന്നൊരു ഭാവമായിരുന്നു അവിടെ. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ അച്ഛാ, ഇപ്പൊ ഒന്നും ചെയ്യേണ്ടാന്ന് ആനന്ദൻ പറഞ്ഞു. ശിവശങ്കരൻ അയാളെ എരിച്ചുകളയും വിധവും നോക്കി. അങ്ങനെ നീ പറയുന്ന പോലെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ എനിക്ക് മനസ്സില്ലടാ. ഞാൻ പറയും, നീയൊക്കെ അത് കേൾക്കും. അങ്ങനെ മതി. അല്ലാതെ നിന്റെയൊക്കെ വാക്കേട്ട് ജീവിക്കേണ്ട ഗതികേടൊന്നും ഈ നാൽപ്പാട്ട് ശിവശങ്കരൻ തമ്പിക്കില്ല. വലിയമ്പുരാനെ എന്ന് നീട്ടി വിളിച്ചുകൊണ്ട് കാര്യസ്ഥൻ കേശവൻ ഓടിക്കച്ച് അയാൾക്കടുത്തേക്ക് വന്നു. എന്താടോ? തമ്പുരാനെ, ആ ആട്ടക്കാരി പെണ്ണിനെ മംഗളത്തേക്ക് കൊണ്ടുപോയി ഇത്രേ ആ ചെറുക്കൻ. അയാൾ പറഞ്ഞത് എരിഞ്ഞുകൊണ്ടിരുന്ന ശിവശങ്കരനുള്ളം കുറച്ചുകൂടി ശക്തിയിൽ ആളി കത്തി. എന്നോട് ഈ വിവരം പറഞ്ഞ ആ വേലായുധനാ. അയാൾ നേരിട്ട് കണ്ടുത്രേ ആ പെണ്ണിനെ വണ്ടി കയറ്റി കൊണ്ടോണത്. അയാൾ പറഞ്ഞു നിർത്തിയതും അവിടെ ഇരുന്നിരുന്നൊരു പൂച്ചട്ടി താഴെ വീണുടഞ്ഞിരുന്നു. കാര്യങ്ങളൊക്കെ ഒരിക്കൽ കൂടി കൈവിട്ടു പോയതോർക്കെ ശിവശങ്കരന് ദേഷ്യവും പരിഭ്രമവും ഒരുപോലെ തോന്നി. ആദ്യ നീതി, ഇപ്പോൾ ഭുവി. രണ്ടുപേരും തന്റെ ലക്ഷ്യത്തിനടുത്തെത്തിയെന്ന് തോന്നിയ നിമിഷമാണ് തന്നിൽ നിന്ന് രക്ഷപ്പെട്ടു പോയത്. കൊടിയേറ്റം അടുക്കാറായി. അതിനു മുന്നേ കാര്യങ്ങൾ എങ്ങനെ കരക്കടുപ്പിക്കുമെന്നറിയാതെ അയാൾ കുഴഞ്ഞു. ഒരിക്കൽ കൂടിയെല്ലാം കൈവിട്ടു പോയാൽ പിന്നീട് ഒരിക്കലും തനിക്ക് ലക്ഷ്യം കാണാൻ സാധിക്കില്ലെന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അങ്ങനെ വന്നാൽ തനിക്ക് ഇതിൽ നിന്ന് എന്നേക്കുമായി പിന്മാറേണ്ടതായി വരും. അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിച്ചുകൂടുന്ന അയാൾ മനസ്സിലുറപ്പിച്ചു. ഇതിൽ നീലി എന്ന അധ്യായം അത് തനിക്ക് മുന്നിൽ ഒരിക്കലും തുറക്കപ്പെടാത്ത വിധം അടഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അവളെ കൊണ്ട് ഇനിയൊന്നും തനിക്ക് നേടാനില്ല. അവളുടെ സ്ഥാനത്തേക്ക് താൻ കണ്ടെത്തിയതാണ് ഇളവത്തൂർ കോവിലത്തെ തമ്പുരാട്ടിക്കുട്ടിയെ. എന്നാൽ ഇപ്പോൾ അവളും തന്നെ പിടിയിൽ നിന്ന് വഴുതിപ്പോകുന്ന അവസ്ഥയാണ് വന്നിരിക്കുന്നത്. അതോർക്ക് അയാളുടെ തലവിരുത്തു. അച്ഛാ, അന്നനെ അയാളെ വിളിച്ചുകൊണ്ട് അടുത്തേക്ക് വന്നു. അവളെ എനിക്ക് നഷ്ടമായി കൂടാനെന്താ? അവളെ എന്ത് ചെയ്തു എന്റെ കാൽ കീഴിൽ എത്തിച്ചിരിക്കണം. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ഇത്ര നാള് ചെയ്തു കൂട്ടിയതിനൊന്നും അർത്ഥമില്ലാതാവും. അയാൾ അനന്തനെ നോക്കി പറഞ്ഞു. ഇനി ഒരു പിഴവ് അതൊരിക്കലും സംഭവിച്ചുകൂടാ. ഓരോ ചുവട് വയ്ക്കുമ്പോഴും സൂക്ഷിക്കണം. അവൾക്കൊപ്പമുള്ളവനെ പറ്റി ഞാൻ നിനക്ക് പറഞ്ഞു തരേണ്ടതില്ലല്ലോ. അവൾ അവന് വിലപ്പെട്ടതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് നിമിഷം അവളുടെ കഴുത്തിൽ അവന്റെ താലി വീഴാം. അങ്ങനെ സംഭവിച്ചുകൂടാ. ചന്ദ്രമംഗലത്തെ മഹേശ്വരം ഏകനാഥന്റെ താലി ഒരിക്കലും അവിടെ കഴുത്തിലേറിക്കൂടാ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം
നാളെ ഇതേ സമയം.